യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന് വൻ തിരിച്ചടി. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സാഹചര്യ തെളിവുകൾ ശക്തമാണെന്നും പരാതിക്കാരിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ ഉത്തരവിൽ വലിയ പരാമർശങ്ങളുണ്ട്. സിദ്ദിഖിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാതിരുന്ന സർക്കാരിനും ഈ ഉത്തരവിൽ വലിയ വിമർശനമാണുള്ളത്. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം, പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്, വിശദമായ അന്വേഷണം വേണ്ട കേസാണ് തുടങ്ങിയ കാര്യങ്ങളും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഈ അതിജീവിതയുടെ പരാതിക്കാരിക്കെതിരെ കോടതി മുറിയിൽ പ്രതിഭാഗം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിലാണ് കോടതി മറുപടി പറയുകയും ചെയ്യുന്നത്. പരാതിക്കാരിയെ സ്വഭാവശുദ്ധിയില്ലാത്ത സ്ത്രീ എന്നൊക്കെ തരത്തിൽ കേസിനെ ദുർബലപ്പെടുത്താൻ നടത്തിയ പരാമർശങ്ങളോട് അതിരൂക്ഷമായി കോടതി പ്രതികരിക്കുകയും ചെയ്തു. അത് ഉത്തരവിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. പ്രതി സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിനു മുമ്പ് അറസ്റ്റിന് പോലീസ് തയ്യാറെടുക്കുകയാണ്, തെരച്ചിൽ തുടരുകയാണ്. സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലുള്ള സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘം കൊച്ചി നഗരത്തിൽ പലയിടത്തും തെരച്ചിൽ നടത്തുകയാണ്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ സിദ്ദിഖ് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച സൂചനകളില്ല. ഹോട്ടലുകളിൽ ഇതിനോടകം പ്രാഥമിക പരിശോധന നടത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് പലയിടത്തും വിവരശേഖരണം നടത്തുന്നുണ്ട്. പക്ഷേ സിദ്ദിഖിനെ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം എവിടെയെങ്കിലും കണ്ടതായി ആരും പറയുന്നില്ല. എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേരിട്ടുള്ള പരിശോധനയല്ല നടക്കുന്നത് വിജയകുമാർ. നേരെ മറിച്ച് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇദ്ദേഹം പോകാൻ സാധ്യതയുള്ള 3 ഹോട്ടലുകളാണ് റൂറൽ മേഖലയിൽ ഉള്ളത്. അത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്നുള്ള 3 ഹോട്ടലുകളാണ് പോലീസ് നോക്കിയതും. അത് ആ 3 ഹോട്ടലുകളിലും പോലീസ് സംഘം എത്തി. പക്ഷേ അവിടെ ഇദ്ദേഹം ഉള്ളതായി, ഈ സിദ്ദിഖ് ഉള്ളതായുള്ള സൂചനകൾ അവർക്ക് കിട്ടിയില്ല. അതേ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘമാണ് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. അതേ തുടർന്ന് പോലീസ് സംഘം മടങ്ങി എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഹോട്ടലുകൾ, ബന്ധുവീടുകൾ, സുഹൃത്തുക്കളുടെ വീടുകൾ ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം ഇദ്ദേഹത്തിന്റെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടക്കുകയാണ്. ഇതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേഷൻ. അതേസമയം വിജയകുമാർ, ഒരു കാര്യം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞതാണ്. ഈ കേസിലെ വാദിയുടെ അഭിഭാഷകൻ കൂടിയാണ് ഹരീഷ് വാസുദേവൻ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് SITക്ക് കൃത്യമായി ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോമൺ സെൻസ് ഉള്ള ഏതൊരു ഉദ്യോഗസ്ഥനും ചിന്തിക്കാവുന്ന കാര്യം, ഇനി ഇത് തള്ളിക്കളഞ്ഞാൽ ഈ പ്രതി അബ്സ്കോണ്ടിങ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അബ്സ്കോണ്ടിങ് ആവാതിരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ, അത് ഒരു ദിവസത്തേക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ 1-2 പേരെ നിയോഗിക്കുന്നതിന് കേരള പോലീസിൽ ആൾക്ഷാമമുള്ളതല്ല. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ പടമുകളിലെ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ സിദ്ദിഖ് ഈ വിധി തിരിച്ചടിയായതിന് പിന്നാലെ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയതുവരെ കാത്തിരുന്നു കേരള പോലീസ് എന്നുള്ളതാണ് വസ്തുത. SITയെ കൃത്യമായി തന്നെ അതൃപ്തി ഉണ്ട് ഈ അതിജീവിതയുടെ അഭിഭാഷകന്. അദ്ദേഹം അത് നമ്മളോട് തുറന്നു പറയുകയും ചെയ്തതാണ്. നേരത്തെ ഇവർ നൽകിയ മൊഴി ചോർന്നു എന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ SIT ഇതിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ല. ഇതിന്റെ വിചാരണയും കുറ്റപത്രം സമർപ്പിക്കലുമൊക്കെ എന്താകും എന്നൊരു ആശങ്ക കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ പുലർത്തുന്നുണ്ട്. കാരണം ഇത്രയും നാൾ ഒരുമാതിരിപ്പെട്ട പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടി. ആകപ്പാടെ ഒരു പ്രതിക്ക് മാത്രമാണ് മുൻകൂർ ജാമ്യം കിട്ടാതെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നത്. വിജയകുമാർ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ പോയിന്റ് കൂടി ഇതിൽ പറയേണ്ടത്, നോട്ട് ടു അറസ്റ്റ് എന്നൊരു വാചകം പോലും കോടതിയുടെ ഭാഗത്തുനിന്നും ഈ സിദ്ദിഖിന്റെ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ എല്ലാ കേസുകളും പരിഗണിക്കുമ്പോൾ ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും വരെ അറസ്റ്റ് ചെയ്യരുത്, ഒരു നോട്ട് ടു അറസ്റ്റ് കോടതി പറഞ്ഞിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോട്ട് ടു അറസ്റ്റ് ഇല്ലാതെ ഒരു പ്രതിയെ ഈ തെളിവ് നശിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും നിർബാധം വിടുകയാണ് ഈ SIT ചെയ്തത് എന്ന് ആരോപിക്കുന്നു വാദിഭാഗം അഭിഭാഷകൻ. വേണമെങ്കിൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഗ്രേവ് ഒഫൻസ് ആണ്, 376 വകുപ്പാണ്. അത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയതുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്നില്ല. ഇനി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ധാർമ്മികമായി നോക്കിയാൽ കോടതിയിൽ മുൻകൂർ സമർപ്പിച്ച ഘട്ടത്തിൽ കാത്തിരിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ,
ഇവർക്ക് വിളിച്ച് ചോദ്യം ചെയ്യാമായിരുന്നു എന്നാണ് ഈ അഭിഭാഷകൻ പറയുന്നത്. വിവരങ്ങൾ ശേഖരിക്കാമായിരുന്നു, വേണമെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കാമായിരുന്നു, അതുപോലും ഉണ്ടായില്ല, നിർബാധം വിട്ടയച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മയെ അന്തരിച്ച ഘട്ടത്തിൽ പരസ്യമായി പൊതുവേദിയിലും ഈ പ്രതി എത്തി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം ഈ SIT-യുടെ വീഴ്ച, പോലീസിന്റെ വീഴ്ച, പോലീസിന് ഇക്കാര്യത്തിലുള്ള ശുഷ്കാന്തി ഇല്ലായ്മ, ഇത് ആണ് വെളിവാക്കുന്നതെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു. അവരങ്ങനെ പറയുമ്പോൾ അതങ്ങനെ അല്ല എന്ന് പറയാനും നമുക്ക് സാധിക്കില്ല. ശബ്ദിക്കുന്ന തെളിവുകൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ട് താനും. അതാണ് കോടതിയെ ഇന്ന് ഒരു പക്ഷേ ഇത്ര കടുത്ത ഭാഷയിൽ ഈ വിധി എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ കരുതാം. അതിൽ സർക്കാരിനുണ്ട് വിമർശനം, പ്രതിഭാഗം അഭിഭാഷകനുണ്ട് വിമർശനം, പ്രതിക്കുണ്ട് വിമർശനം, അക്കമിട്ട് നിരത്തുകയാണ് വിജയകുമാർ. ഇതുപോലെ ഈ ഹൈക്കോടതി സംബന്ധമായ കാര്യങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാം, സാധാരണ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ മെറിറ്റിലേക്ക് അങ്ങനെ കടന്നു കയറാറില്ല കോടതികൾ. ഈ ചില കോടതികൾ അങ്ങനെ ചെയ്യാറുണ്ട്, മെറിറ്റിലേക്ക് ചിലപ്പോൾ കയറിയെന്നിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ആഴത്തിൽ മാക്രോ സെൻസിൽ ഇത്ര വിശാലാർത്ഥത്തിൽ ഒരു കോടതി അതിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇതാദ്യമായാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ കോടതി എക്സ്പീരിയൻസിൽ അങ്ങനെ ഇതാദ്യമായി കാണുന്ന ഒരു ഉത്തരവാണ്. ഈ ഉത്തരവും കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് മുൻകൂറിന് ഇദ്ദേഹം പോയാൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ സാഹചര്യം വേറെയാണ്. സുപ്രീം കോടതിയിൽ അവിടെ വാദ തലങ്ങൾ വേറെയാണ്, കേൾക്കുന്ന ജഡ്ജിമാർ വേറെയാണ്, ഹാജരാകാൻ പോകുന്ന അഭിഭാഷകർ വേറെയാണ്. കുറ്റം ഈ പറഞ്ഞ വകുപ്പെന്നാണെങ്കിലും അവിടെ ഇത് വാദിക്കുന്ന രീതിയൊക്കെ തന്നെ വേറെയാണ്. ഒരു പക്ഷേ സാധ്യതകൾ തള്ളിക്കളയേണ്ട. എങ്കിലും ഈ ഉത്തരവെന്ന് പറയുന്നത് അത് കുറച്ച് ശക്തമായ സാധനമാണ്. ശക്തമെന്നല്ല അതിന് പറയേണ്ടത്, വളരെ വിശാലാർത്ഥത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ സ്ത്രീ, അവൾക്കെതിരെ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുണ്ട്. അവളുടെ സ്വഭാവശുദ്ധിയെ വെച്ചിട്ട് നിങ്ങൾ ഈ കേസ് വാദിക്കാൻ നിൽക്കരുത്. ഒരു സ്ത്രീ ശരിയല്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ മേൽ കുറ്റം അടിച്ചാക്ഷേപിച്ച് ലൈംഗികാതിക്രമത്തിനിരയായ ഒരു സ്ത്രീയെ അപമാനിക്കാൻ നിൽക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി കോടതി അഭിഭാഷകന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജസ്റ്റിസ് CS ഡയസിന്റെ ഈ ഉത്തരവ് അത് തുടർന്ന് വരുന്ന വെളിപ്പെടുത്തലുകളിലും അതിൽ എടുക്കാൻ പോകുന്ന വെളിപ്പെടുത്തലുകളിൽ SIT എടുക്കാൻ പോകുന്ന നടപടികളിലും കോടതികൾ ഇത്തരം കേസുകൾ ഇനി പരിഗണിക്കാൻ പോകുന്ന സാഹചര്യത്തിലും ഈ ഒരു ഉത്തരവ് പ്രസക്തമായി തന്നെ നിൽക്കും. ഇനി SIT ഒന്ന് ജാഗരൂകരാകും അവർ കേസെടുക്കുന്ന കാര്യത്തിൽ. ഒപ്പം കോടതികൾ, കീഴ്ക്കോടതികൾ ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ അവരും ഒന്ന് ജാഗരൂകരാകും. ലൈംഗികാതിക്രമത്തിനിരയായെന്ന കാരണത്താൽ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്ന വാദം അനാവശ്യമാണ് എന്ന് ഈ പ്രതിഭാഗം അഭിഭാഷകനെ കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അത് ഈ ഉത്തരവിൻ്റെ ഭാഗമാക്കിയിട്ടുമുണ്ട്.